അവർ തരികയാണെങ്കിൽ തരട്ടെ. അവരൊക്കെ നല്ല ഏസ് റൂമിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുള്ളവരെന്താ തിരിഞ്ഞു നോക്കാത്തത്? വർഷം 1975 അന്നാണ് ആദിവാസി ഭൂസംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അതായത് ഈ അന്യാധീനപ്പെട്ട ഭൂമികളുണ്ടല്ലോ, അത് ഗവൺമെൻറ് ആദിവാസികൾക്ക് നൽകുന്ന ഒരു നിയമമാണ് ഈ ഒരു ആദിവാസി ഭൂസംരക്ഷണ നിയമം. 1975 ആദിവാസി ഭൂസംരക്ഷണ നിയമം നിയമസഭ പാസാക്കിയത്. ചട്ടങ്ങൾ നിലവിൽ വന്നത് 1986 ആദിവാസികൾക്ക് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് നൽകുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നടപ്പിലാക്കിയിട്ടും ഗവൺമെൻറ് ആയാലും മീഡിയാസ് ആയാലും ജനങ്ങളായാലും ആരും അതിനൊരു ഇനീഷ്യൽ പുള്ള് കൊടുക്കുന്നില്ല. ആരും അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് ആദിവാസികൾ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഭൂമി അവർക്ക് വേണം എന്നുള്ള രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് CK ജാനു, M ഗീതാനന്ദൻ എന്നിവർ ചേർന്ന് ഗോത്ര മഹാസഭ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് തുറന്നു പറയുന്നത് ആർക്കെങ്കിലും അതൊരു പ്രശ്നം ആയാലും അതങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അന്നേരം ഉണ്ടായിരുന്ന അവസ്ഥകളും സാഹചര്യവും മനുഷ്യരനുഭവിച്ച വേദനയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിതറി കിടക്കുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ഒരു കുടക്കീഴിലാക്കി ഇവർക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ളൊരു രീതിയിലാണ് ഇങ്ങനെ ഒരു സംഘടന അവർ രൂപീകരിച്ചത്. അങ്ങനെ 90കളുടെ അവസാനമായപ്പോൾ പട്ടിണിയുടെ പേരിൽ ഒരുപാട് ആദിവാസി ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. ആൻഡ് ഇങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ആൻഡ് അവർക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. പട്ടിണിയും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും ഇവരുടെ ഇടയിൽ കൂടി വന്നു. അങ്ങനെ 2001 ഈ ഒരു ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കുടിൽ കെട്ടി സമരം അവരാരംഭിക്കുകയാണ്. എന്നാൽ അതിന് ഒരു പെട്ടെന്നുള്ളൊരു മറുപടിയോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആ വർഷത്തെ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള AK ആൻ്റണി ഒക്ടോബർ മാസം 2001 ഒക്ടോബറിൽ അവർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം, 1 വർഷം സമയം തരണം, അതിനകത്ത് ഈ ഒരു പ്രശ്നമെല്ലാം പരിഹരിച്ചു തരാമെന്ന് അവർ വാഗ്ദത്തം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൻ്റെ ഒരു നിലവെച്ച് നോക്കിയാൽ ഇലക്ഷനിൽ ഉയർന്നു വരേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചാ വിഷയം ആണ്. ആൻഡ് അത് വിശ്വസിച്ച് അവർ ആ ഒരു സമരം എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. എന്നാൽ 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി, 2 വർഷമായി ഒരു പ്രതികരണവും അതിനെതിരെ വരുന്നില്ല. ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടികളും വരുന്നില്ല. അങ്ങനെ ഒടുവിൽ അവർ ജനുവരി 3, 2003 വയനാട്ടിലെ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കുടിയേറി പാർക്കുകയാണ്. ഏകദേശം 700 കുടിലുകളിലായിട്ട് 2000 ആദിവാസികളാണ് അന്ന് അവിടെ കുടിയേറി പാർത്തത്. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട് ഇവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഒടുവിൽ ഏകദേശം 1.5 മാസത്തിന് ശേഷം പോലീസുകാരെ നിയമിക്കുകയാണ് ഇവരെ അവിടെ നിന്നും തുരത്തുവാൻ വേണ്ടി. അങ്ങനെ പോലീസുകാർ കണ്ണീർ വാതകം ഉപയോഗിക്കുന്നു, ലാത്തി ചാർജ്, അല്ലെങ്കിൽ ഒരുപാട് വെടിയുതിർക്കുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദിവാസി ജനങ്ങൾക്കെതിരെ. ആൻഡ് അങ്ങനെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണ് 2003 ഫെബ്രുവരി 19 അന്ന് മുത്തങ്ങയിൽ നടന്നത്. അന്നത്തെ ആ ഒരു പ്രക്ഷോഭത്തിൽ 2 കൊലപാതകങ്ങളാണ് നടന്നത്. ഒരു പോലീസുകാരനും ഒരു ആദിവാസി യുവാവും. ജോഗി എന്നാണ് ആ ഒരു ആദിവാസി യുവാവിൻ്റെ പേര്. ആൻഡ് വിനോദ് എന്നാണ് ആ ഒരു പോലീസുകാരൻ്റെ പേര്. 15 വർഷത്തിന് ശേഷമാണ് ആ ഒരു കേസിൻ്റെ വിചാരണ പോലും ആരംഭിച്ചത്. ഇന്നും ആ ഒരു ആദിവാസി സമൂഹം അവരുടെ ഈ ഒരു പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുത്തങ്ങയിൽ നടന്ന അന്നത്തെ ആ ഒരു കേസ് എന്ന് പറയുന്നത്. പൈസ തന്നു ഒരു ചെരിഞ്ഞ വീടുകളിൽ ഒരു സ്ഥലത്തിൽ കൊണ്ടുവിട്ടു. അതിൽ ഞങ്ങൾ 4 വർഷം താമസിച്ചിരുന്നു. 4 വർഷം താമസിച്ചപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ അസുഖങ്ങളും കാര്യങ്ങളും എപ്പോഴും ബാധിച്ചുകൊണ്ടിരുന്നു. ഗവൺമെന്റിന്റെ അടുത്ത് ഭൂമി ചോദിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങൾ കുറേ ചോദിച്ചിട്ടുണ്ട്. അവർ തന്നല്ലല്ലോ നമുക്ക് മേടിക്കാൻ വേണ്ടി.
സോ ഇതെന്തിനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ടൊവിനോ തോമസ് നായകനാവുന്ന നരിവേട്ട എന്ന് പറയുന്ന മൂവി ഉടനെ റിലീസിനെത്തുകയാണ്. ആൻഡ് അതിൻ്റെ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ ഒരു മുത്തങ്ങയിൽ നടന്ന ഇൻസിഡൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. സോ അത് എന്തായിരിക്കും അന്ന് നടന്നത് എന്നൊരു ക്ലിയർ ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഒരു മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഐഡിയോളജി ആയിരിക്കുമോ ഈ ഒരു നരിവേട്ട എന്ന് പറയുന്ന മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പറയാമല്ലോ. അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.